മാത്രം അതിൽ കണ്ടിട്ടുള്ളൂ. ഏരിയ മാത്രം കണ്ടുപിടിച്ച പേപ്പർ. അപ്പൊ എല്ലാത്തിനും മാർക്കുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. Okay, right. Yes. Okay. Just a solution to question. Okay. Now, theory field is question. Shaft made up of 30 C8 steel with a yield stress. Yes, yield stress value. So your yield tensile strength is 3.1 Pascal. It is subjected to an axial force. Axial force on 40 kilonewton and a torque T. Okay, torque T. The diameter of the shaft, yes, diameter the maximum torque capacity. So all you have to find is this T. Okay, using any theories of failure. Okay, you can take the factor of safety as 2. Right. Okay, but right hand side നമുക്ക് തക്കിട്ടി yield tensile strength by factor of safety ആണ്. ആ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. Right hand side complete ആയി. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ കാര്യങ്ങൾ ചെയ്യണം. എന്ന് വെച്ചാൽ you have to determine the principal stresses. Right. Now ഇതിപ്പോ ഏതാണ്ട് ഇതുപോലെയാണ് ഒരു കേസ്. An axial force P and a torque T. Okay, axial force only you will get axial stress. Stress is nothing but P by A. P value 40 kilonewton, 40 into 10 cube divided by area 5 by 4 into diameter 20 square. Solve whether you will get the stress, axial stress. Right. Now, അടുത്ത കേസ് ടോർഷൻ ആണ് വരുന്നത്. ഞാൻ പറഞ്ഞത് എപ്പോഴാണ് ഒരു ടോർക്ക് ആക്ട് ചെയ്യുന്നത്, your standard equation T by J is equal to tau by R. Okay, therefore your shear stress tau xy is equal to T by J into R ആണ്. Right. Torque അറിയില്ല, J അറിയാം, pi by 64, sorry, pi by 32 d raised to 4 ആണ് into d by 2. So that is equal to 16 T by pi d cube എന്ന് കിട്ടും. അല്ലേ? Right. But tau xy value ഉണ്ട്, sigma x value ഉണ്ട്. Now substitute these two values in principal stress equation and find the equation. Similarly, sigma 2 substitute here in terms of T equation കിട്ടും. ഇനി ഓരോ theory of failure like substitute here and find the value of T. That's it. കുറെ പേര് ചെയ്തുകൊണ്ടാണ് ഞാൻ സ്പീഡ് ആയിട്ട് പറഞ്ഞത്. ഇത്രേ ചെയ്യാനുള്ളൂ. ഇവിടെ ആക്സിയൽ ഫോഴ്സ് വരുന്നെങ്കിൽ അവിടെ ആക്സിയൽ സ്ട്രെസ് ഉണ്ടാവും. ടോർക്ക് ഉണ്ടെങ്കിൽ ടോർക്കിനെ കൊണ്ടൊരു ടോർഷണൽ സ്ട്രെസ് അല്ലെങ്കിൽ ടോർഷണൽ ഷിയർ സ്ട്രെസ് ഉണ്ടാവും. ടോർക്ക് നേരെ കുറച്ച് ബെൻഡിങ് മൊമെന്റ് ആണ് വരുന്നെങ്കിൽ ഇവിടെ ചോദിക്കാം, if it is subjected to an axial force P, again ഇത് കൂടാതെ ഒരു ബെൻഡിങ് മൊമെന്റ് സം P1 ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു ബെൻഡിങ് മൊമെന്റ്, ഓക്കെ, ബെൻഡിങ് മൊമെന്റ് M ആക്ട് ചെയ്യുന്ന ഒരു കേസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സബ്ജക്റ്റഡ് ടു ആക്സിയൽ ഫോഴ്സ് and bending moment. Okay, so in this case your sigma x is equal to P by A. Okay, sigma x P by A, and similarly sigma x എന്തുകൊണ്ട് bending moment കൊണ്ടുണ്ട്, that is M by I into Y. Okay, so your final bending stress sigma x is equal to അല്ലെങ്കിൽ sigma x total. Okay, total എന്ന് പറഞ്ഞാൽ it is equal to is the sum of, let this be sigma x and let this be sigma x dash ആണെങ്കിൽ it will be the sum of sigma x plus sigma x dash ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും സം ആയിരിക്കും നമ്മൾ എടുക്കേണ്ട sigma x വാല്യൂ. അതേപോലെ തന്നെ ഇവിടെ ടോർക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ your tau xy value will be equal to 0, sigma y value will be equal to 0. Okay, but depending upon the question ആണ് നമുക്ക് sigma x ഉം sigma y ഉം tau xy എല്ലാം കണ്ടെത്തുന്നത്. ഓക്കെ, ഇവിടെ ഇത്രേ ഉള്ളൂ. ഇവിടെ ഒരു ആക്സിയൽ ഫോഴ്സ് P ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് ദിസ് ആക്സിയൽ സ്ട്രെസ് ഡ്യൂ ടു P. അല്ലെ, യുവർ ഫൈനൽ അല്ലെങ്കിൽ ടോട്ടൽ സ്ട്രെസ് വിൽ സിഗ്മ എക്സ് ഡ്യൂ ടു ആക്സിയൽ ലോഡ് പ്ലസ് സിഗ്മ എക്സ് ഡ്യൂ ടു ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു എക്സ്ട്രീം കേസ്. ചിലപ്പോൾ ഇതുവരെയും വേണമെങ്കിൽ വരാം. ഓക്കെ, അപ്പൊ ഇത് ബേസ് ചെയ്ത് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ തരാം പിന്നീട്, അപ്പൊ അത് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അപ്പൊ ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം ചെക്ക് ചെയ്യാം. റൈറ്റ്, ഓക്കെ അല്ലേ? ഏതാണ്ട് ക്ലിയർ ആണോ? ഏതാണ്ട് ഓക്കെ ആണോ? ഇഷ്യൂസ് ഉണ്ടോ? റൈറ്റ്, അപ്പൊ നമുക്ക് അടുത്ത ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് കൺസെപ്റ്റിലേക്ക് പോകാം, വിച്ച് ഇസ് കോളംസ് ആൻഡ് സ്ട്രിപ്പ്. ഓക്കെ,
ഈ ഒരു മൊഡ്യൂൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഒന്ന് ഇതേപോലെ തിയറി ഓഫ് ഫെയിലറും ഇതിൽ ഇത്രയും കാര്യമായിട്ട് പഠിക്കണം. തിയറി ഓഫ് ഫെയിലറിൽ 5 തിയറി ഓഫ് ഫെയിലറും സ്റ്റേറ്റ്മെന്റ് പ്രോപ്പർ സ്റ്റേറ്റ്മെന്റ് തന്നെ പഠിക്കണം. എക്സാക്ട് സ്റ്റേറ്റ്മെന്റ് വേർഡ് ബൈ വേർഡ് സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. പ്ലസ് അതിന്റെ ഫൈനൽ ഇക്വേഷനും നോക്കി വെക്കണം. ദാറ്റ്സ് ഇറ്റ്. പിന്നെ അതിന്റെ കറസ്പോണ്ടിങ് പ്രോബ്ലം. അതാണ് ഒരു എൻറ്റയർ സെക്ഷൻ. അടുത്ത സെക്ഷൻ കോളംസ് ആൻഡ് സ്ട്രട്ട് ആണ്. ഇതിൽ ഒരു ഡെറിവേഷൻ, അപ്പൊ ആ ഡെറിവേഷൻ മസ്റ്റ് ആയിട്ട് ചോദിക്കും. ഒരു ചെറിയൊരു സിമ്പിൾ ഡെറിവേഷൻ നമുക്ക് ഇന്ന് പറ്റുന്നത് ഇന്ന് കവർ ചെയ്യാം. അതുപോലെ തന്നെ ബേസിക് കുറച്ച് തിയറിയും പിന്നെ 2 ഏരിയ എന്നുള്ള പ്രോബ്ലംസും മാത്രമേ ഇതിൽ ചോദിക്കാനുള്ളൂ. ഓക്കെ, സിലബസ് റിവിഷൻ വന്നുകൊണ്ട് കിട്ടിയ ഒരു മാച്ചാണ്. ഓക്കെ, so we'll see what it is. So we'll start with columns and struts. Columns and struts. Okay, COLUMNS and struts. STRUTS. Columns and struts. Okay, so what is column or what is strut? Okay, നമുക്ക് ഇതിന്റെ ഓരോ one by one ആയിട്ട് നോക്കാം ഓരോ കാര്യങ്ങൾ. Okay, so a column or a strut is defined as a member of a structure as a of a structure which is subjected to axial compressive load. Axial compressive load. Okay, in short, any machine component ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചറൽ കോമ്പണന്റ് ആയാലും, if it is subjected to, for example, let us consider a bar. Consider ചെയ്യാം. If it is subjected to an axial compressive load, okay, if it is subjected to an axial compressive load, something like this, okay, രണ്ട് സൈഡിൽ നിന്ന് compress ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്, then such kind of a structure, so this is called a column or strut. Okay, structure short form ആണ് strut. Okay, specific ആയിട്ട് നോക്കാം. Okay, ഇത് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഫോർ എ കോളം ഓർ സ്ട്രട്ട്. ഇൻ ജനറൽ നമുക്ക് കോളം അല്ലെങ്കിൽ സ്ട്രട്ട് നമുക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, നമുക്ക് സ്പെസിഫിക് ആയിട്ട് വാട്ട് ഈസ് എ കോളം എന്ന് നോക്കാം. ഓക്കെ, നൗ ഇഫ് ദ മെമ്പർ ഈസ് വെർട്ടിക്കൽ, if the member is vertical and both the ends are fixed rigidly, and both the ends are fixed rigidly and subjected to axial compressive load and load, member is known as any member which is subjected to axial compression അനുഭവിക്കുന്ന ഏതൊരു സ്ട്രക്ചർ എടുത്താലും, ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ മൊബൈൽ ഫോൺ എടുത്തിട്ട് രണ്ട് സൈഡിലും പിടിച്ചതിനെ കംപ്രസ് ചെയ്യണമെങ്കിൽ ഒരു കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഈ സ്ട്രട്ട്. ഓക്കെ, ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കാം എന്താണ് കോളം. ഓക്കെ, സോ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇഫ് എ മെമ്പർ ഈസ് vertical, okay, vertical direction, and if both the ends are fixed, okay, and both the ends compressive force, and then it is acting from the top. Okay. This type of member is called a column. അങ്ങനെയാണെങ്കിൽ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ലൈഫിൽ നമ്മൾ കാണുന്ന ഒരു കോളത്തിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കി.
Sir, കട്ടാവുന്നു sir. Sir, കട്ടാവുന്നു. ബ്രേക്ക് ആണ്. ഹലോ, ക്ലിയർ ആയോ? ഹലോ. Yes sir. Yes sir. ഞാൻ പറഞ്ഞൊന്നും കേട്ടിട്ടില്ല. ഇല്ല സാർ, ഇടക്കിടക്ക് കട്ടായി പോകും. ആ പ്രസന്റേഷൻ ലാഗ് ആകുന്നുണ്ട് സാർ. ഇടക്കിടക്ക് അതെ പോയി, ഇപ്പൊ മൊത്തം പോയി. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ. നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് പറയാം, പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. സോ ന്യൂ ടോപ്പിക് ഇതാണ്, കോളംസ് ആൻഡ് സ്ട്രക്ട് ആണ്, റൈറ്റ്? സോ എന്താണ് ഒരു കോളം അല്ലെങ്കിൽ എന്താണ് സ്ട്രക്ട്? ഇൻ ജനറൽ നമുക്ക് കോളംസ് ആൻഡ് സ്ട്രക്ടിനെ എങ്ങനെ പറയാം? എനി ബാർ ഓർ എനി മെമ്പർ, ഓക്കെ, എനി മെമ്പർ ഓഫ് എ സ്ട്രക്ചർ, ഓക്കെ, which is subjected to an axial compressive force. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ആയി ഒരു മെമ്പറിനെ അതൊരു കംപ്രസീവ് ഫോഴ്സ് ആണ് അതിൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ then that is called a column or a strut. Okay, it is a general statement. Okay, it is a general definition of it. Okay, if a member is subjected to compressive force, then that is called a column or strut. Okay, now in specific നമ്മൾ എന്താണ് കോളം എന്ന് നോക്കുകയാണെങ്കിൽ, now if a member is vertical, okay, if it is vertical and both the ends are fixed, and then it is subjected to an axial compressive force, അങ്ങനെയാണെങ്കിൽ then that member is called a column. ഒരു സ്ട്രക്ചർ അതിന് രണ്ട് എൻഡും ഫിക്സ്ഡ് ആണ്, വേർട്ടിക്കൽ ആണത്, അതുപോലെ തന്നെ അതിൽ ആക്സിയൽ കംപ്രസീവ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ then such type of a member is called a column. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കോളത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞു നമ്മൾ കണ്ടിട്ടുള്ള ഒരു കോളം. എക്സാമ്പിൾ ഫോർ എ കോളം. നിവേദ ക്ലിയർ ആയില്ല? യെസ്, എക്സാക്ട്ലി, അല്ലെ? തൂണ്, റൈറ്റ്. ആ ഡയഗ്രം കാണുമ്പോൾ തന്നെ അറിയാം, ബ്രിഡ്ജിന്റെ ഒക്കെ തൂണ്, അതേപോലെ നമ്മുടെ വീടുകളുടെ പില്ലേഴ്സ്, അല്ലെ? ഇതൊക്കെയാണ് ക്ലാസിക് എക്സാമ്പിൾ. കാരണം രണ്ട് എൻഡും ഫിക്സ്ഡ് ആണ്, റൈറ്റ്? രണ്ട് എൻഡും ഫിക്സ്ഡ് ആണ്. അതുപോലെ തന്നെ ആ കംപ്ലീറ്റ് സ്ട്രക്ചറിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? ആ തൂണിലേക്കായിരിക്കും അതിന്റെ ആക്ട് ചെയ്യുക, അല്ലെ? ഒരു പർട്ടിക്കുലർ ഏരിയയുടെ കംപ്ലീറ്റ് ലോഡ് ആക്ട് ചെയ്യുന്നത് അതിലേക്കായിരിക്കും. സോ ദാറ്റ് ഈസ് സബ്ജക്ട് ടു എ കംപ്രസീവ് ലോഡ്. ഓക്കെ, സോ ദ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് പില്ലർ. Okay, the best example for a column is pillars. Okay. Now, what is a strut? Okay. Specific definition for a strut. So if a member is not vertical, okay. I think if the member is vertical, I don't know. Now, if the member is not vertical, and one or both the ends, and one or both the ends are pinned or hinged, the bar is known as strut. In short, if a member is not vertical ആവണമെന്നില്ല, horizontal ആവാം, അല്ലെങ്കിൽ ഏതൊരു ആംഗിളിലായാലും എടുക്കാം. Okay, if a bar is not vertical and one of the end is pinned or hinged, എന്ന് വെച്ചാൽ നമ്മൾ hinged joints ആണെങ്കിൽ, അല്ലെങ്കിൽ pinned joints, pinned വെച്ചാൽ ഇതേപോലെ ഒരു പിൻ വെച്ചിട്ട് ജോയിന്റ് കണക്ഷൻ ചെയ്ത് വെക്കുന്നത് ഹിഞ്ച്ഡ് തന്നെ, റൈറ്റ്? രണ്ടും സെയിം തന്നെയാണ്, പിൻ ഓർ ഹിഞ്ച്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് പിൻഡ് ഓർ ഹിഞ്ച്ഡ് and an axial load is acting on this one. Okay, an axial load ആവാം, മൊമെന്റ് ആവാം, എന്താവും, അതുകൊണ്ട് ജനറൽ ആയിട്ട് ഇത് പറയാത്തത്. Okay, now if a member is not vertical and one of the end or both the ends are pinned or hinged, then the bar is known as a strut. ഇതിനൊരു എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
സ്ട്രക്റ്റിന് ഒരു എക്സാമ്പിൾ, ഓട്ടോമൊബൈൽസിന്റെ കേസ് ആലോചിച്ച് നോക്കിയാൽ പെട്ടെന്ന് കിട്ടും. ഇതുപോലെ വരുന്ന ഒരു എൻഡ് ഹിഞ്ചഡോ അല്ലെങ്കിൽ പിൻഡ് ആയിട്ട് വരുന്ന ഒരു സ്ട്രക്ചർ. ആലോചിച്ചോ അല്ലെങ്കിൽ ഒന്ന് വർക്കാവട്ടെ. ഓട്ടോമൊബൈലിൽ ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഓട്ടോമൊബൈലിന്റെ പാർട്സിൽ അല്ലെങ്കിൽ ഇന്റീരിയർ പാർട്സിലൊക്കെ ഇതുപോലത്തെ കുറെ ഇമ്പോർട്ടന്റ് കോമ്പണൻസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആസ് ഫാർ ആസ് എ ഓട്ടോമൊബൈൽ ഇസ് കൺസേൺ. എന്തായിരിക്കും? എന്നോടാ ടയറിന്റെ ഭാഗത്ത് ഓട്ടോമൊബൈലിന്റെ ടയറിന്റെ ഭാഗത്ത് എങ്ങനെ വരുന്നു? അങ്ങനെ ഉണ്ടോ? റോഡ് വരുന്നുണ്ടോ? ഒരുപാട് എക്സാമ്പിളുകൾ ടയറിന്റെ ഭാഗത്തും ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷെ സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു പേര് വേണ്ട. നമ്മളൊരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് എക്സാക്ട് പേര് വെച്ച് പറയണ്ടേ. ഒന്നുകൂടെ ആലോചിക്കേ, ഒന്നുകൂടെ ക്ലിയർ ആക്കാം. നമ്മൾ എഞ്ചിൻ എന്തെങ്കിലും ഒരു കോമ്പണന്റ് ഉണ്ടോ? ഇങ്ങനെ രണ്ട് എൻഡ് കണക്റ്റഡ് ആണ്, പക്ഷെ പിൻഡ് ആണ്. കണക്റ്റിംഗ് റോഡ് ഇഷ്ടമുണ്ട്. ആരാ പറഞ്ഞ? എന്താ എക്സാമ്പിൾ എന്താ പറഞ്ഞ? സർ കണക്റ്റിംഗ് റോഡ് എക്സാക്ട്ലി അല്ലെ? യെസ്, പിസ്റ്റൺ, റൈറ്റ്. Connecting rod, piston and all are classic examples for a strut. എന്നാലോചിച്ച് നോക്കിയേ, കണക്ടിങ് റോഡിന്റെ കേസിൽ ഒരു എൻഡ് ക്രാങ്ക് ഷാഫ്റ്റിലായിരിക്കും, ഒന്ന് പിസ്റ്റണിലേക്കായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലെ? അപ്പൊ അതിന്റെ രണ്ട് എൻഡും പിൻഡ് എൻഡ്സ് ആണ്. അഗൈൻ ആൻഡ് ദാറ്റ് ഈസ് ട്രാൻസ്ഫറിങ് ദ ലോഡ് അല്ലെ? ഒരു കംപ്രസീവ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇസ് എ ക്ലാസിക് എക്സാമ്പിൾ ഫോർ എ സ്ട്രട്ട്. അഗൈൻ പിസ്റ്റൺ ഒരു നല്ല എക്സാമ്പിൾ ആണ്. കാരണം അതിന്റെ ഒരെൻഡ് ഫ്രീ ആണ്, പക്ഷെ മറ്റൊരു എൻഡ് പിൻഡ് ആണ്. നമ്മൾ ഈ ഡെഫിനിഷൻ ഒന്ന് നോക്കിയാൽ മതി. ഡെഫിനിഷൻ എന്താ പറയുന്നത്? ഇഫ് ദ മെമ്പർ is not vertical and one or both the ends are, even one end pinned ആയാലും മതി, or both the ends are pinned or hinged, then that can be considered as a strut. Okay, so the classic examples, one connecting rod and the other one is piston. Okay, then numerous examples നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ ഓരോ ഓരോ എഞ്ചിൻ കോമ്പണന്റ് എടുത്ത് കഴിഞ്ഞാലൊക്കെ ഇതിൽ ഒരു പാർട്ട് മിക്കവാറും ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു എന്താ പറയാ, പിന്നെ ബേസിക് റൊട്ടേഷൻ വരുന്ന കേസിലല്ലോ, റൊട്ടേഷൻ എന്താ പറയാ, റൊട്ടേറ്റിംഗ് മോഷൻ നമ്മളൊരു എന്താ പറയാ ഒരു ആക്സിയൽ മോഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കേസിലൊക്കെ നമുക്ക് ഇതുപോലത്തെ ഒരു കേസ് കാണാൻ പറ്റും അല്ലേ? ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, സോറി ഒരു അർജന്റ് കോൾ വന്നോണ്ട്. ഓക്കെ, ഓക്കെ. അപ്പോ ഇത്രയാണ് ബേസിക് ആയിട്ട് സ്ട്രട്ടും അതുപോലെ സോറി basic difference between a strut and a column. Right. Now we'll be more concentrating on this. രണ്ടും നമ്മൾ കേസും കൺസിഡർ ചെയ്യുന്നുണ്ട്. വിൽ സ്റ്റാർട്ട് വിത്ത് കോളം. ഓക്കെ, ഈ കോളത്തിൽ നമ്മൾ ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ കോളം ക്യാൻ ബി, so columns can be classified as long columns and short columns. Okay, long column പേരിൽ തന്നെ ഉണ്ട്. എന്തായിരിക്കും ലോങ് കോളം?
ലെങ്ത് കൂടിയ കോളം അല്ലെ. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ക്ലാസിഫൈ എന്ന് വെച്ചാൽ ഇത് രണ്ടും ഫെയിൽ ആവുന്നത് ഡിഫറെന്റ് രീതിയിലാണ്. when you are applying a compressive load, ഷോർട്ട് കോളം ഫെയിൽ ആവുന്നതും ലോങ് കോളം ഫെയിൽ ആവുന്നതും രണ്ട് തരത്തിലാണ്. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇനിഷ്യലി ലെറ്റ് us see the failure of a short column. നമുക്ക് എങ്ങനെ ഒരു ഷോർട്ട് കോളം ഫെയിൽ ആവുമെന്ന് നോക്കാം. ഓക്കെ, ഫെയിലിയർ ഓഫ് ഷോർട്ട് കോളം. ഒരു വളരെ ചെറിയൊരു കോളം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു റെക്ടാങ്കുലർ കോളം നമുക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ like this. Okay, and it is subjected to a compressive load. Okay, now if it is a short column, this will fail by short column വളരെ ചെറിയ ലെങ്ത് ആണെങ്കിൽ this failure will occur due to compressive stress. Right, if the load is P and if the cross-sectional area, okay, then the cross-sectional area, if the cross-sectional area is A, then the failure, then the compressive stress sigma is given by P by A. Okay, എപ്പോഴാണോ ഈ compressive stress ഈ മെറ്റീരിയലിൽ താങ്ങാവുന്ന സ്ട്രെസ്സിനേക്കാളും കൂടുതലാവും, right, at that point this one will fail. Okay, this column will fail. Right, now if you consider the failure of a long column, long columns എങ്ങനെയായിരിക്കും ഫെയിൽ ആവും ഒന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയായിരിക്കും ഫെയിൽ ആവും ലോങ് കോളം? ഒരു വളരെ ലെങ്ത് കൂടിയ ഒരു കോളം, ഓക്കെ, വളരെയധികം ലെങ്ത് കൂടിയ ഒരു കോളത്തിന് ഇതേപോലെ തന്നെ ഒരു വെർട്ടിക്കൽ ലോഡ് ഞാൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് എങ്ങനെയൊക്കെ ഫെയിൽ ആവാം? എന്തൊക്കെയാണ് പോസിബിൾ വേസ് ഇൻ വിച്ച് ദിസ് കോളം ക്യാൻ ഫെയിൽ? And I am applying a load P. What are the possible ways in which this can fail? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയൊക്കെ ഫെയിൽ ആവും? ഒരു ലോങ് കോളമായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നമ്മുടെ സാധാരണ ഒരു സ്കെയില് അല്ലെ, ഒരു 30 സെന്റിമീറ്റർ അല്ലെങ്കിൽ 15 സെന്റിമീറ്ററുള്ള നമ്മളെ റൂളറിലെ അതിന്റെ മുകളിൽ നമ്മളിങ്ങനെ ടോപ്പ് പോർഷനിൽ നമ്മൾ ഇതേപോലെ ഉണ്ടാവും അല്ലെ. അതിന്റെ ടോപ്പിലും താഴെ താഴെ ഏതെങ്കിലും സ്ഥലത്ത് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ മുകളിൽ നിന്ന് ഒരു ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിനെന്ത് സംഭവിക്കും? എങ്ങനെ ബ്രേക്ക് ആവാം? ബ്രേക്ക് ആവുന്നതിന് മുമ്പ് എന്താ സംഭവിക്കും? അതല്ല ഉദ്ദേശിക്കുന്നത്. സി, ഇനീഷ്യലി ഒരു ലോഡ് അപ്ലൈ ചെയ്തു, ഞാൻ ലോഡ് പതുക്കെ കൂട്ടുന്ന സമയത്ത് ഈ ബാറിന്റെ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ബെൻഡ് ആവും അല്ലെ, എക്സാക്ട്ലി അല്ലെ. സോ ഇതില് രണ്ട് തരത്തിൽ ഫെയിൽ ആവും. ഒന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ബൈ കംപ്രസീവ് സ്ട്രെസ് കൊണ്ട് ഫെയിൽ ആവും. ഓക്കെ, സോ ടു വേസ് ഇൻ it can fail. Okay, one is due to the compressive stress P by A. Okay, P by A compressive load കൂടി വരുമ്പോൾ ഒരു particular point എത്തുമ്പോൾ ഫെയിൽ ആവാം, ഒരു പോസിബിലിറ്റി ആണ്. രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി, ഇറ്റ് ക്യാൻ ഫെയിൽ ബൈ എങ്ങനെയാ, ഇതേപോലെ ബെൻഡ് ആയിട്ട് ഫെയിൽ ആവാം. ഓക്കെ, ഇങ്ങനെ ബെൻഡായി വന്നിട്ട് ഇറ്റ് ക്യാൻ ഫെയിൽ. റൈറ്റ്, ഇതുപോലെ ബെൻഡായി അങ്ങ് വില്ല് പോലെ ഒടിഞ്ഞ് അതങ്ങ് ഫെയിൽ ആവും. റൈറ്റ്, നൗ സി ദ ബെൻഡിങ് അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ഫെയിലിയറിനെയാണ് നമ്മൾ പറയാം ബക്ലിംഗ് ഓഫ് കോളം എന്ന് പറയാം. ഓക്കെ, ബക്ലിംഗ് ഓഫ് കോളം, ഫെയിലിയർ ബൈ ബക്ലിംഗ്. Okay, so when a failure, so the failure can occur by buckling of this beam. Okay, now in the first case, now if the displacement of this maximum distance displaced is E, അങ്ങനെയാണെങ്കിൽ ഇത് ബെൻഡിങ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ലോഡ് കൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ബെൻഡിങ് ആണ്. Therefore the stress acting at this condition is given by M by I into Y max ആണ്. Right, and the moment M, okay, ഞാൻ ഇതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാണ്, M by I by Y max എന്ന് റെപ്രസെന്റ് ചെയ്യാം, or it is M by Z അല്ലെ, സെക്ഷൻ മോഡുലസ് ആണ് Z. Right, now so that means your sigma bending stress sigma is equal to M by Z ആണ്. M is nothing but there is a distance E ആണുള്ളത് അല്ലെ, ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് കൊണ്ടാണ് ഒരു ബെൻഡിങ് ഉണ്ടാകുന്നത്. ഈ P എന്നുള്ള ലോഡ് കൊണ്ടാണ് ഇവിടെ ബെൻഡിങ് ഉണ്ടാകുന്നത്. And this E is the distance to this maximum distance. Right? So this stress is equal to P into E by Z. So the stress is equal to P into E by Z. Okay, now ഇപ്പോഴാണ് ഈ ഒരു കേസിലെ മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് ഫോർ ദ ടോട്ടൽ. ഇവിടെ രണ്ട് തരത്തിലാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്. ഒന്ന് P by A എന്ന് പറഞ്ഞ സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. രണ്ടാമത് എന്താണ്,
ഇപ്പൊ കേസ് ഇത്രയുള്ളൂ. നേരിട്ട് ഒരു പി എന്ന് പറഞ്ഞ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് ബ്രേക്കേജ് സംഭവിക്കുക അല്ലെ. ഈ സെൻട്രലായിരിക്കും ഇതിന്റെ ബ്രേക്കേജ് സംഭവിക്കുക അല്ലെ. ഇവിടെ രണ്ട് സ്ട്രെസ്സസ് ആണ് ഉണ്ടാകുന്നത്. ഒന്ന് ഡ്യൂ ടു ദിസ് കംപ്രസീവ് ലോഡ് വിച്ച് ഇസ് പി ബൈ എ, ആൻഡ് രണ്ടാമത് ഇസ് ഡ്യൂ ടു ദിസ് ബെൻഡിങ് സ്ട്രെസ്. Therefore the total stress acting will be the sum of these two stresses, stress due to bending plus or minus stress due to axial force. Okay, so the total stress is a combination of these two stresses. Okay, പിന്നെ total effect ഉണ്ടാവും. പക്ഷെ when compared to this when compared to this one, the value of this compressive stress is very small. Okay, very small. So you can neglect this value. So for the bending അല്ലെങ്കിൽ failure will occur due to bending. Okay, for a long column, so if you are considering a long column കേസ് എടുക്കുകയാണെങ്കിൽ it fails by buckling. ഓക്കെ, നമുക്ക് ബക്ലിംഗ് കൊണ്ട് തന്നെ ഫെയിൽ ആവുമെന്ന് പറയാം. കാരണം കംപ്രസീവ് ലോഡിന്റെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വളരെ ലോ ആയിരിക്കും കമ്പയർഡ് ടു, കാരണം ഇതിന്റെ വാല്യൂ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ the value will be very less when compared to this one. Okay, so the failure of long column occurs by buckling. Okay, ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ ഞാൻ ഈ പറഞ്ഞത്, നമുക്ക് വെറുതെ ഒരു സ്കെയിൽ എടുത്തിട്ട് ഒന്ന് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്രഷൻ കൊണ്ട് ഞെരുങ്ങി ക്രാക്ക് വന്നിട്ടല്ല പൊട്ടുക. എങ്ങനെയാണ് പൊട്ടുക? നമ്മൾ ലോഡ് കൊടുക്കും, will buckle, ഒരു സൈഡിലേക്ക് ബക്കിൾ ആവും, ആൻഡ് when this buckling becomes more it will break അല്ലെ. ഇതേപോലെ തന്നെ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. നിങ്ങൾ എന്താ പറയുക, അവിടെ ഒരു ക്രാക്ക് ഫോർമേഷൻ സംഭവിക്കും, അവിടുന്ന് ബ്രേക്ക് ആയി. Right, but the failure here is by buckling. So we will be more concentrating on this buckling of columns. Okay, അടുത്ത ടോപ്പിക് അതാണ് buckling of columns. Okay, so we are considering long columns. Right. Okay, now ഈ ബക്ലിംഗ് ഓഫ് കോളത്തിനെ കുറിച്ച് വേറെ ഒരുപാട് പേര് ഇതിനെ കുറിച്ച് സ്റ്റഡി നടത്തിയപ്പോൾ എ പേഴ്സൺ കോൾഡ് ഓയിലർ came up with a solution. Okay, ഒരു ഓയിലേഴ്സ് ഇക്വേഷൻ, ഓയിലേഴ്സ് ബക്ലിംഗ് ഇക്വേഷൻ ഓയിലർ ഡിഫൈൻ ചെയ്ത് കൊണ്ടുവരാണ് ചെയ്തത്. ഓക്കെ, സോ വിൽ സീ ദാറ്റ് ഓയിലറുടെ ഒരു ബേസിക് ഡെറിവേഷൻ ആണ് നമുക്കുള്ളത്. ഓക്കെ, നൗ സോ before deriving the equation he made certain assumptions. Okay, we'll see the Euler's equation. Okay, assumptions. Okay, so assumptions നമ്മൾ പലപ്പോഴും assumptions ചോദിക്കും. നമ്മൾ എപ്പോഴും ഈ ത്രൂ ഔട്ട് ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഓൺലി ഹോമോജീനിയസ് ഐസോട്രോപിക് മെറ്റീരിയലുകളെ കൊണ്ട് മാത്രമാണ്. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് അസംഷൻ തന്നെ. First one is that the column material is homogeneous isotropic and obeys Hooke's law. This is the first important assumption. Okay, so ഈ കോളത്തിന്റെ കേസ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ കോളംസ് ഒരുവിധം എല്ലാ സ്ട്രക്ചറിലും വരും അല്ലെ. ഇപ്പൊ ഏതൊരു ബിൽഡിംഗ് സ്ട്രക്ചറിൽ വരുമെങ്കിൽ തന്നെ ഒരു പില്ലേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ എല്ലാം ഫെയിലിയർ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. എപ്പോഴും എങ്ങനെ നമുക്ക് ഈ ബക്ലിംഗ് അവോയ്ഡ് ചെയ്യാം, മാക്സിമം എത്രത്തോളം ബക്ലിംഗ് വരും, ബക്ലിംഗ് ഫെയിലിയേഴ്സ് എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് പഠിത്തത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഓയിലേഴ്സ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് അസംപ്ഷൻ. ആൻഡ് ദ സെക്കൻഡ് അസംപ്ഷൻ ഈസ് ദാറ്റ് the column is initially perfectly straight and the load is applied axially. The column is initially perfectly straight and load is applied axially. And the third assumption is that the column material is, the cross section of the column is uniform throughout the length. The cross section of the column is uniform throughout the length. Uniform throughout the length. Fourth one is the self weight of column
self weight of column is negligible. എന്തുകൊണ്ടാണ് നെഗ്ലിജിബിൾ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ കോളത്തിന് നല്ല വെയിറ്റ് ഉണ്ട്, പക്ഷെ കമ്പയർഡ് ടു അതിൽ മുകളിൽ ആക്ട് ചെയ്യുന്ന ലോഡ്, അവിടെ ഉണ്ടാകുന്ന ബക്ലിംഗ് ലോഡ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ദ വെയിറ്റ് ഓഫ് ദ കോളം ഈസ് വെരി നെഗ്ലിജിബിൾ. ഓക്കെ, അതുകൊണ്ടാണ് കമ്പയർഡ് വിത്ത് അത് മറ്റേ കേസ് എടുക്കുമ്പോഴാണ് അത് ആ വെയിറ്റ് നമുക്ക് നെഗ്ലിജിബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, സെൽഫ് വെയിറ്റ് can be taken as negligible. Okay, and the fifth assumption is that the column will fail. The column will fail by buckling along. By buckling along. And the sixth assumption is that the column material, the length of the column is very large. Of the column is very large when compared to its lateral dimensions. When compared to its lateral dimensions. Okay. And the last assumption is that the direct stress is very small compared to bending stress. Compared to bending stress. So these are the important assumptions for Euler's buckling equation. Okay, just make a note of this one. First, The column material is homogeneous, isotropic, and obeys Hooke's law. model Zara? എന്നോട് കേട്ടില്ല. ആ, ഒന്നുകൂടെ പറയാം. എന്താണ് പറഞ്ഞ ക്ലിയർ ആയില്ല. ഇമ്പോർട്ടന്റ് ഏരിയ ഇതൊക്കെ തന്നെ, തിയറി ഓഫ് ഫെയിലിയറും ബക്ലിങ്ങിന്റെ പിന്നെ ഓയിലേഴ്സ് ഇക്വേഷൻ ഒരു ഡെറിവേഷൻ ഉണ്ട്, ഒറ്റ ഡെറിവേഷൻ മാത്രമേ കൊണ്ടുവന്നു നിങ്ങളുടെ സിലബസിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡെറിവേഷൻ എന്തായാലും ചോദിക്കും. ആ ഒരു ഡെറിവേഷൻ പിന്നെ അതാണ് ഇനി എടുക്കാൻ പോകുന്നത്, നാളത്തെ ക്ലാസ് എടുക്കാൻ പോകുന്ന ഡെറിവേഷൻ ആണ്. പിന്നെ ഇതേപോലെ ഓയിലേഴ്സിന്റെ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള സിമ്പിൾ പ്രോബ്ലം, പിന്നെ അതേപോലെ ഒരു റാങ്കൈൻസ് ഇക്വേഷൻ്റെ അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം, ഇത്രേ ഉള്ളൂ ഈ സിലബസ്. ഇത് കൂടുതൽ ഉണ്ടായിരുന്നു, അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് പഠിക്കാൻ ഏറ്റവും നല്ല സാധനം ഈ ബക്ലിംഗ് ഓഫ് കോളത്തിന്റെ ഒക്കെ കേസ് പഠിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്ത് തന്നെ നമ്മുടെ ബെൻസാളിന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ്. ഓക്കെ, ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ എല്ലാം കേസിൽ ബെൻസാളിന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ് ഏറ്റവും അൾട്ടിമേറ്റ്. കാരണം പിന്നെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ വരെ ഇടുന്നത് അതിൽ നിന്നാണ്.
ക്വസ്റ്റ്യൻസ് ഇടുന്നത് വരെ അധികമാണ്. ഞാൻ പലപ്പോഴും ചെക്ക് ചെയ്തപ്പോൾ എല്ലാം കണ്ടത് അത് നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അപ്പൊ ബെൻസാനുള്ള ടെക്സ്റ്റ് ബുക്ക് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ എടുത്തതിൽ ഈ ബാക്കിയെല്ലാം എന്താ വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളും അതുപോലെ ഫോർത്ത് മൊഡ്യൂളിന്റെയും കണ്ടന്റ് ഒഴികെ ബാക്കിയെല്ലാം അതിലുണ്ട്. അത് നോട്ട്സ് പോലെയാണ്, അല്ലാതെ ഒരു വലിയൊരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കില്ല അത്. കൂടുതൽ പ്രോബ്ലംസ് അതിലുണ്ടാവും. ഓക്കെ, അപ്പൊ സെക്കൻഡ് മൊഡ്യൂളിന്റെ ഒരു പകുതി പോർഷനും തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റും പിന്നെ ഇപ്പൊ എടുക്കുന്ന ഈ ഒരു പോർഷനും ആ ടെക്സ്റ്റ് റെഫർ ചെയ്താൽ നല്ല വൃത്തിയായിട്ട് മനസ്സിലാവും. ഓക്കെ, അഡ്വാൻസ് മെക്കാനിക്സ് ഓഫ് സോൾസിന്റെ ടോപ്പിക് പഠിക്കാൻ അനിൽ ലാലിന്റെ ടെക്സ്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ പിന്നെ ഒന്നുള്ളത് നമ്മുടെ എന്താണ് എസ് ജോസിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അത് വേണമെങ്കിലും റെഫർ ചെയ്യാം. അതിൽ കുറെ മിസ്റ്റേക്കുകളുണ്ട്, അപ്പൊ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാത്തത്. പക്ഷെ ബേസിക് എക്സാമിനുള്ള സാധനങ്ങളെല്ലാം അതിലുണ്ട്. അതെ, അത് ചെറിയൊരു ബുക്കാണ്, ഈ ചെറിയ ഗൈഡൊക്കെ പോലത്തെ ഒരു സാധനമാണ്. അത്ര എഫേർട്ട് എടുക്കാൻ പറ്റുള്ളൂ എങ്കിൽ അതാണ് നല്ലത്, അത് എടുത്തോ. കുറച്ചുകൂടെ അധികം പ്രോബ്ലംസ് ചെയ്ത് അത്യാവശ്യം സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെൻസാറിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അനിലാലിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ സ്കാൻഡ് കോപ്പി ഞാൻ മൊഡ്യൂളിനനുസരിച്ചുള്ള സാധനം ഞാൻ നമുക്ക് ഇൻവേഴ്സിന് ഇട്ട് തരാം. ഓക്കെ, പ്രോബ്ലി ബൈ ടുഡേ ഓർ ടുമോറോ ഫോർത്ത് മൊഡ്യൂളിന്റെയും കേസെല്ലാം കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയൽ ഞാൻ ഇൻവേഴ്സിന് ഇട്ട് തരാം. ഓക്കെ ഓക്കെ, അപ്പോ ശരി, ആരൊക്കെയാണ് ആബ്സെന്റ്?